എടി നാളെ കനത്ത മഴ കാരണം സ്കൂളുകൾക്ക് അവധിയാ. എന്റെ ദൈവമേ, ബാദൽ വർഷ ബീജോലി സബൻ കോ പാനി. കൂടുതൽ തുള്ളണ്ട, നമ്മളെ ജില്ലക്ക് അവധിയില്ല. പനി ഹോഗി ബാ പോവാലോ. എടി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഒരു 15 ദിവസം അവധി ഫിക്സാ. എന്റെ വല്യച്ഛൻ ഈ കണ്ടുണ്ടോ? വരപോലത്തെ സാധന. അത് തന്നെ. ഒരു ദിവസേ എന്റെ അച്ഛൻ വല്യച്ഛന്റെ മേത്ത് എണ്ണയും തേപ്പിച്ച് ഒറ്റത്തോർത്ത് കൊടുത്ത് കസാരയിലിരുത്തി പോയി. ഞാൻ അങ്ങനെ ഉറക്കൊഴിഞ്ഞ് കണ്ണു തിരുമ്മി വന്ന് നോക്കിയപ്പോഴേ ദാ അവിടെ കാട വറുത്ത് വെച്ച പോലെ ഒരു സാധനം. താഴെ നോക്കിയപ്പോ ഈ 2 പട്ടികളെ ഈ വല്യച്ഛനെ നോക്കി ഗുർ ഗുർ എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയി. കഷ്ടകാലം കൊണ്ടേ വല്യച്ഛനെ പട്ടി കടിച്ചില്ല. ഇപ്പോഴെന്റെ വല്യച്ഛൻ കിടപ്പില്ല. അങ്ങയുടെ ഈ ആദംസ് ആപ്പിൾ മാത്രം അനങ്ങൂ. ഇന്നോ നാളെയോ തട്ടിപ്പോകുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 3 ദിവസം ലീവ് ഉറപ്പാ. അല്ല, എനക്ക് അങ്ങനെ ലീവ് ഉറപ്പ്? അല്ല, അച്ഛന്റെ കൂടെ ജോലി ചെയ്ത ബംഗാളി മരിച്ചപ്പോഴേ ദുഃഖാചരണം എന്ന് പറഞ്ഞിട്ട് 40 ദിവസം ലീവ് എടുത്ത രമണന്റെ മോളാടി ഞാനേ. നിന്റെ വല്യച്ഛൻ മരിച്ചു കഴിഞ്ഞാലേ ഒരു 3 ദിവസമെങ്കിലും ലീവ് എടുത്തില്ലെങ്കിൽ അതിന്റെ നാണക്കേട് എന്റെ അച്ഛനല്ലേ. നീയാടി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ആ ലേഖ ടീച്ചർ ക്ലാസ്സേ തീരെ പിടിക്കണില്ല. ടീച്ചർ വണ്ടിയെ പെട്രോൾ ഒഴിച്ചങ്ങ് കത്തിക്കാന്നേ. കത്തിക്കണം, പക്ഷേ നമ്മളാ കത്തിച്ചെന്ന് ആരും അറിയാൻ പാടില്ല. നിന്ന് കത്തണം. വണ്ടിയെ കത്തിച്ച വണ്ടിയാണെങ്കിൽ നിന്നങ്ങ്. ഇതെന്തോ പിള്ളേരെ സ്കൂളിൽ പോവാതെ വഴിയിൽ നിന്ന് പാട്ട് കച്ചേരി നടത്തുന്നു. സ്കൂളിൽ പോവാ, വാടി പോവാ. അല്ല, നിങ്ങൾ എന്തോ കത്തിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറെ ഒഴിവാക്കിയ ബുക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കത്തിക്കണോ കൊടുക്കണോ എന്ന് വിചാരിക്കായിരുന്നു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? കത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ല, ഇന്നലെ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ 10 നിങ്ങൾ പഠിച്ചാ? ഇവള് പഠിച്ചു. നീ പഠിച്ചില്ലേ? അല്ല, ഇവള് പഠിച്ചാലേക്ക് പഠിക്കാൻ പറ്റൂ. എന്താ? ഈ വായിക്കാൻ അറിയില്ലാന്നേ. മലയാളമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ കണക്ക് ചെയ്യുന്നൊരു ഇടിവെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. കണക്ക് വേണോ? കണക്ക് വേണം. A square plus B square equal to? A square plus B square equal to? എല്ലാം മാച്ചകളാ. അവസാനമായിട്ട് ഞാൻ 2 പേരോടും ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ഒരാള് കടയിൽ പോയി 200 രൂപയ്ക്ക് ചിക്കനും 150 രൂപയ്ക്ക് ബീഫും 250 രൂപയ്ക്ക് പോർക്കും മേടിച്ചു. മൊത്തത്തിൽ അയാൾക്ക് എന്ത് കിട്ടി? കിട്ടി. എന്തിനാ പിള്ളേരെ നിങ്ങൾ ഈ സ്കൂളിലോട്ട് വന്നെ? മുട്ടയും പാലും കഴിക്കാൻ. നിങ്ങളൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ പിള്ളേരെ? അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾ നമ്മുടെ സ്കൂളിന്റെ താഴത്തെ ആ രാജന്റെ കടയിൽ നിന്ന് ഇനി ഒന്നും മേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. മായം കലർത്തുന്നോണ്ടല്ലേ. അതിന്റെ തൊട്ടപ്പുറത്തെ എന്റെ അച്ഛൻ പുതിയൊരു കട തുടങ്ങുന്നുണ്ട്. അവിടുന്ന് മേടിച്ചോ. ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ഐസ്ക്രീമോ എന്താന്ന് വെച്ചാ മേടിച്ചോ, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അച്ഛന് കച്ചവടാക്കി കൊടുക്കല്ലേ? ഏതില്ലത്തെ കുട്ടിയാണാവോ? അതാ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്, അതങ്ങ് വിട്ട് കളയാ. ആയിക്കോട്ടെ. ടീച്ചർ എന്തുകൊണ്ട് ഈ ജോലി തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം? പക അത് തീർക്കാനുള്ളതാ. അല്ല, മനസ്സിലായില്ല. 5ാം ക്ലാസ്സില് എന്റെ ചെവിന്നുള്ളിയ മാധവി ടീച്ചർ, 6ാം ക്ലാസ്സില് എന്റെ ചന്തിക്കിട്ടടിച്ച ചന്ദ്രമാഷ്, 7ാം ക്ലാസ്സില് എന്റെ കൈക്കിട്ട് വെച്ച ആമിര ടീച്ചർ. അവരോടൊക്കെയുള്ള പ്രതികാരം. അതെങ്ങനെ ഇപ്പൊ അവരോടൊക്കെ ഇനി പ്രതികാരം കിട്ടുക? അവരുടെ മക്കളുടെ മക്കളോ എന്റെ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ അവരോട് പ്രതികാരം വിട്ടു. പിള്ളേരെ, എന്റെ പീരീഡ് കഴിഞ്ഞു. അടുത്ത രാജ് ടീച്ചറിന്റെ പീരീഡാ. ബുക്കും പുസ്തകം എടുത്തു നോക്ക്. അല്ല ടീച്ചറെ, ഇത് ക്ലാസ് അല്ല, നമ്മള് വരുവഴിയിലാ നിക്കണേ. അയ്യോ, ഞാൻ മറന്നുപോയി. ഇന്ന് ഞാൻ ലീവായിരുന്നു. അയ്യോ ടീച്ചർ,